അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മൈക്ക് ചെക്ക് ചെയ്തിട്ട് കുറെ കാലങ്ങളായി. എന്റെ ശബ്ദം കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. കുറെ കാലങ്ങളായി ഈ സംവിധാനം ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് കരുതിയതാണ്. വിഷയങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചർച്ചയ്ക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ സൗകര്യം ഉപയോഗിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോ റെക്കോർഡ്, ഇപ്പോ ലൈവ് വല്ലതുണ്ടോ? അപ്പോഴ് എന്താണ്, ഒരു വിഷയമില്ലാത്തതുകൊണ്ട് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്തായാലും നമുക്ക് പറഞ്ഞേക്കാം. ലൈവിന്റെ സമയമാകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തും. അത്രേ എനിക്കും സമയം പറ്റൂ. എന്ത് തന്നെയായാലും ഞാൻ വിശാലമായി പറയേണ്ട ഒരു വിഷയത്തെപ്പറ്റി ഒരു സൂചന മാത്രം നൽകുകയാണ്. വിശാലമായി വളരെ ഗൗരവത്തോടെ വളരെ ആത്മാർത്ഥമായി നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നതും ഗൗരവത്തിൽ കാണേണ്ടുന്നതുമായ ഒരു വിഷയത്തിന്റെ ഒരു ആമുഖം മാത്രം ഞാൻ പറയാം. ഞാൻ ചെറുപ്പം മുതലേ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള ഒരു വികാരത്തിന്റെ മുകളിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അതിലൂടെ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനത് പല സമയത്തും പറഞ്ഞിരുന്നു. പക്ഷെ ഞാന് അന്നു മുതൽ എല്ലാ കാലത്തും വളരെ ആത്മാർത്ഥമായി തന്നെ വിഷയങ്ങൾ, ഉസ്താദുമാര് പറയുന്ന വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാന് മൊത്തത്തിൽ നമ്മുടെ കാന്തപുരം ഊക്കൂർ മുസ്ലിയാർ ഷഹർ മുബാറക്കാണെന്നും പറഞ്ഞു കൊണ്ടുവന്ന ആ മുടിയുടെ കോലാഹലം അൽഹംദുലില്ലാഹ് എന്നെ പോലുള്ള പലർക്കും സത്യം മനസ്സിലാക്കാനുള്ള അവസരമായി. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അതോടൊപ്പം എനിക്ക് വേറെ ചില കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ആദ്യം മുതലേ ഈ വിഷയങ്ങളൊക്കെ, അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ച് വെക്കുകയും നോട്ട് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യാറുള്ളത് കൊണ്ട്, അതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗങ്ങളൊക്കെ വളരെ കൃത്യമായി കേട്ട ഒരാളെന്ന നിലക്ക് എനിക്ക് അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനുവേണ്ടി അതൊന്ന് വിശാലമായി വിശകലനം ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വരും ദിവസങ്ങളിൽ സമയത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രം ഞാൻ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മള് ഈ മുടി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഏത് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും പല വിദണ്ഡവാദങ്ങളും പറഞ്ഞെങ്കിലും അതിലേറ്റവും മാരകമായ ഒരു വാദം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയത് പൊതുവെ വലിയ ചർച്ചയാവാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് കരിയൂല,
അത് എല്ലാം അറിയാം ഒരു തത്വമാണ് എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 100 ഉണ്ടായിരുന്ന കാരണത്താലാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ കരിക്കപ്പെടാതിരുന്നത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ബൈത്ത് പ്രസിദ്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലത്തില് പൊന്മള പറഞ്ഞ മോചിതത്ത് വഫാത്തോടുകൂടി മുറിഞ്ഞു പോകുമെന്ന ഒരു വിഷയം വലിയ ചർച്ചയായെങ്കിലും അതിനേക്കാൾ അപകടകരമായ വാദമാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അതിനെ ഗൗരവം കൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് എന്താണ്? അത് സത്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതിപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ ഒരു തോലിൽ എഴുതിയിട്ട് തീയിലിട്ടാൽ കത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ സത്യത്തിൽ അത് കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ ഒരു സംസാരം തന്നെ ഇസ്ലാമിന്റെ അടിത്തറക്ക് നുബുവത്തിന്റെ അനിവാര്യതയുടെ നിഷേധത്തെ പോലെയാണ് അനുഭവപ്പെടുക. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിരുന്നു, ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുമ്പോ അതിനേക്കാൾ വലിയൊരു വാദം പറയാനില്ല. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുക. എന്ത്? ഖുർആൻ ഒരു തോലിലിട്ട് അറിഞ്ഞു എന്ന് വിശ്വസിക്കുക. എന്നിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ചോദിക്കുക, അതിപ്പോ പരീക്ഷിക്കാൻ പറ്റുമോ? പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരീക്ഷിക്കാൻ പറ്റാതെ എങ്ങനെയാ? അത് പുലരൽ അനിവാര്യമാണ്. അത് നുബുവത്തിന്റെ അനിവാര്യതയാണ്. ഒരു പ്രവാചകനും ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഫലിക്കാതാവാൻ പാടില്ല. അപ്പൊ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കൽ അനിവാര്യമാണെന്ന് വിശ്വസിക്കണ്ടേ? ഇപ്പോഴ് അതിന്റെ അപകടം ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴ് പല AP വിഭാഗം പ്രവർത്തകന്മാരും മൂല്യന്മാരൊക്കെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ്, അതിപ്പോ സംസം വെള്ളം കുടിച്ചാൽ രോഗം മാറുന്നുണ്ടോ, രോഗം മാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് ഷെയ്ഖ് പറഞ്ഞു കൊടുത്ത ഷെയ്ഖിനെ രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിൽ ഇവർക്ക് ഇസ്ലാമിന്റെ ദീനിന്റെ അടിത്തറ മനസ്സിലായില്ല എന്നാണ്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അത് പുലരൽ നിർബന്ധമാണ്. ഈ വിഷയം ഇക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതൊന്നുമല്ല. ഈ കിതാബുകളൊന്നും നോക്കാതെ വെറും മറ്റു പല കാര്യങ്ങളിലും മറ്റു പല വിഷയങ്ങളിലും താല്പര്യമുണ്ടായപ്പോൾ കിതാബുകളുടെ ശ്രദ്ധ വിട്ടുപോയതാണ് ചില ആൾക്കാർക്ക് പറ്റിയത്. അതിന്റെ ഒരു വലിയ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ വലിയൊരു തെളിവാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഈ വിഷയം ഹിജ്റ 200-കളിൽ ചർച്ചയായിരുന്നു. അങ്ങനെ ഹിജ്റ 200-കളിൽ ചർച്ചയായപ്പോ അവിടെ ഈ വിഷയത്തെപ്പറ്റി ചില പുത്തൻവാദികൾ ഈ ഹദീസ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനെതിരാണ്, അനുഭവത്തിനെതിരാണ്, അതുകൊണ്ട് ഈ ഹദീസ് മൗദൂആണ്, ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് അന്നത്തെ പുത്തൻവാദികൾക്ക് അത്ര വിവരമുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലിക്കൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഇത് ഫലിക്കുന്നത് കാണുന്നില്ല, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് അവർ ഉയർത്തിയത്. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന്. അപ്പോഴാണ് അതിനെതിരെ ഇമാമിങ്ങൾ പറഞ്ഞു, ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പറയുന്ന അർത്ഥത്തിലല്ല. അങ്ങനെ രചിക്കപ്പെട്ട ആ ഒരു ഇത്തരം പല വിഷയങ്ങളും ആരോപണങ്ങൾ ഖവാരിജത്തും അതുപോലെ മുഅ്തസിലത്തും മറ്റും ആരോപിച്ചപ്പോൾ അതിന് ഖണ്ഡനമായി രചിക്കപ്പെട്ട കിതാബാണ് ഹിജ്റ 280-കളിൽ വഫാത്തായ ഇബ്നു ഖുതൈബത്ത് ദീനവരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഅ്വീലു മുഖ്തലഫുൽ ഹദീസ്.
അതിൽ ഇത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. പേരോട് ഇവിടെ വന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നുബുവത്തിന്റെ അനിവാര്യതയെ നിഷേധിക്കുന്ന ഖുർആന് ഒരു തോലിലാക്കിയിട്ട് തീയിലിട്ടാൽ കത്തൂല എന്ന് അർത്ഥം പറഞ്ഞു. സത്യത്തിൽ അതിന് അങ്ങനെ ഒരർത്ഥം സങ്കല്പിക്കാവുന്നതേ അല്ല, അങ്ങനെ ഒരർത്ഥം പറയാവുന്നതേ അല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് അയാളുടെ വിശ്വാസം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നിട്ട് ഫലിക്കുന്നില്ല എന്നാണ് വരിക. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. അതിന് അതല്ലാത്ത അർത്ഥങ്ങളിലേക്ക് അതിനെ മാറ്റൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. അങ്ങനെ ഒരർത്ഥം ചിന്തിക്കാവതേ അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം അതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം അസ്മൈ റളിയല്ലാഹു അൻഹു, ലോകപ്രശസ്ത ഭാഷാ പണ്ഡിതനും കൂടിയായ അസ്മൈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റിമാമിങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ച് അതിലത് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ ദീർഘമായി കടക്കുന്നില്ല. അവിടെ ഏറ്റവും ആക്സെപ്റ്റഡായ, ഏറ്റവും അതിന് സ്യൂട്ടബിളായ വിശദീകരണമായി ഇമാമിങ്ങൾ ഉയർത്തിക്കാട്ടിയത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചത്, അത് ഒരു മുഅ്മിനിനെ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്ന, ഖുർആൻ ഹിഫ്ളാക്കി അതുകൊണ്ട് അമല് ചെയ്യുന്ന ഒരു മുഅ്മിനിനെ നരകത്തിൽ കരിക്കപ്പെടൂല എന്നാണ്. അവിടെ നാറുകൊണ്ട് ഉദ്ദേശം നരകമാണെന്നുള്ളതാണ് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയ വിശദീകരണം. അല്ലെങ്കിൽ മറ്റു വിശദീകരണങ്ങൾ അഥവാ ഇതിന്റെ ലാഹിർ മാനയിൽ നിന്ന് തെറ്റിക്കുന്ന വിശദീകരണങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് അതിന് 4ഓളം വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഇദ്ദേഹം പറഞ്ഞ പോലെ വിശ്വസിക്കാവതേ അല്ല. അപ്പൊ ഇത്ര വലിയ ഒരു അപകടം പറഞ്ഞിട്ട് അതിനെപ്പോലും ന്യായീകരിക്കുകയും അതിന്റെ പിന്നിലുണ്ടായ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതാണ് AP വിഭാഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ. കാരണം ഇത്രയും വലിയൊരു വിഷയം നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അനിവാര്യതയെ നിഷേധിക്കുന്ന രൂപത്തിലൊരു വിഷയം പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് പേരോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് വേറെ വിശദീകരണങ്ങളും ഉണ്ട് എന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. അതിന് ഇങ്ങനെ ഒരർത്ഥം ഇല്ലേ ഇല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കല് ഓരോ മുഅ്മിനും നിർബന്ധമാണ്. അത് നുബുവത്തിന്റെ അനിവാര്യതയെ നിഷേധിക്കലാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് അതിന് സങ്കല്പിക്കൽ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ് അതിപ്പോ പരീക്ഷിക്കാൻ പറ്റുമോ? പരീക്ഷിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണ്ടേ? അയാൾ പറഞ്ഞ അർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. പിന്നെ അത് പരീക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കണോ? പിന്നെ മൂപ്പർ പറയാണ് അതുകൊണ്ടാണ് പോലും ചില ബിൽഡിങ്ങുകളെ കത്തിയിട്ട് പല ഖുർആന്റെ കോപ്പികൾ, മുസഹഫിന്റെ പല കോപ്പികളും കത്താതെ ബാക്കിയായത്. അത് സത്യത്തിൽ തീരെ അജ്ഞത കൊണ്ടാണ് പറഞ്ഞത്. കാരണം അതുകൊണ്ടാണെങ്കിൽ എല്ലാ ഖുർആന്റെ കോപ്പികളും കത്താതെ ബാക്കിയാവൽ അനിവാര്യമാണ്. ഇദ്ദേഹത്തിനൊരു ഉസൂലുണ്ട്. നിബിധങ്ങൾ പറഞ്ഞാല് ഇടക്ക് ഉണ്ടാവും, ഇടക്കുണ്ടാവില്ല എന്നാണ് മൂപ്പറ വിചാരം. അത് നുബുവത്തിനത് പറ്റൂല, നബിമാർക്കത് പറ്റൂല. കുറെ പറഞ്ഞ് ചിലത് മാത്രം അങ്ങനെ ഫലിച്ചാൽ പോരാ. അതുകൊണ്ട് ഞാനത് ഒറ്റ വിഷയം ഞാനത് ചെറുങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും മൈക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം നമുക്ക് അല്ലെങ്കിൽ ഒരു സമയം നിശ്ചയിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആവാവുന്നതാണ്. അതുകൊണ്ട് വേറെ ആരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ ഉപകാരമായിരുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർ പയ്യോളിയാണ് നമ്മോട് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ മാസ്റ്റർക്ക് നമ്മോട് സംസാരിക്കാനും ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് അതിനെപ്പറ്റി വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഒരു തുടക്കം മാത്രമാണ് നടത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട മാഷവർക്ക് വളരെ നന്ദിയും കടപ്പാടും SKL സാറിന്റെ രേഖപ്പെടുത്തുന്നു. ഇനിയും കിട്ടുന്ന സമയങ്ങളിലൊക്കെ വന്ന് നമുക്ക് അതിന്റെ വിശദീകരണങ്ങൾ ചെയ്തു തരണമെന്നൊരു അഭ്യർത്ഥനയും കൂടി നടത്തി ബഹുമാനപ്പെട്ട
അൻസാർ മാസ്റ്റർക്ക് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഫൈസാം കെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മൈക്കോണോ? ഫായിസ് അല്ലേ? ഫായിസ് എം കെ മൈക്കോണോ നിങ്ങൾക്ക് മൈക്കോണോ? ഓക്കെ. ഏതായാലും ഇൻഷാല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആൻസർ മാസ്റ്റർക്ക് സമയം ഉണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കാൻ വേണ്ടി സമയം ഉണ്ടാവോ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അപ്പം ചോദ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ ബഹുമാനപ്പെട്ട സാറിന് സമയം ഉണ്ടാവുമോ അറിയിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അല്ല ഇൻഷാല്ലാ 20 മിനിറ്റുകളുണ്ടല്ലോ ഇൻഷാല്ലാ. ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് ബഹുമാനപ്പെട്ട സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. അദ്ദേഹം കൂടെ ഉണ്ടോ? 20 മിനിറ്റോളം ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാല്ലാ. എന്തെങ്കിലും ആൾക്ക് കൈവക്കി മുകളിലേക്ക് വരിക. എന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസമാണ്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ മുന്നോട്ട് വെച്ച് ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർ സുന്നത്ത് ജമാഅത്തിന്റെ സത്ത മാത്രം മുന്നോട്ട് എടുക്കുന്നൊരു മാസ്റ്ററായിരുന്നു. അതിനാലാണ് സുന്നത്ത് ജമാഅത്തിനെ മാത്രം പിടിച്ച് അതിന്റെ പിന്നാലെ കൂടി AP സുന്നിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരുടെ പൊള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇനിയും ഉള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാല്ലാ നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇപ്പം നമുക്ക് ചോദിക്കാം. അതിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കാം. ചോദിക്കണമെങ്കിൽ കൈപൊക്കി മുകളിലേക്ക് വരിക. അതൊക്കെ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട അന്തിയിൽ അബ്ദുൽ ലത്തീഫ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹത്തിനോട് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൻസാർ മാസ്റ്ററാണ് ചോദിക്കാനുള്ളത്. പിന്നെ യഥാർത്ഥം പറഞ്ഞ മർക്കസില് AP-ന്റെ മർക്കസിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇവർ വ്യക്തമായ രൂപം കിട്ടിയ തിരക്കില്ല. 10,000 എന്നും പറയാറുണ്ട്, 6,000 എന്നും പറയാറുണ്ട്. അപ്പൊ മാഷക്ക് പരിചയം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളെ എന്നുള്ള നിലക്ക്. പിന്നെ ഇവരൊക്കെ എത്ര പള്ളി ഉണ്ടാക്കിക്കണ്, എത്ര മദ്രസ ഉണ്ട് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു കണക്ക് ഉണ്ടോ? ഇതെല്ലാം വെറുതെ ഇങ്ങനെ കുറെ അടിച്ച് പിന്നെ അതില്ലാത്ത കാര്യങ്ങളൊക്കെ കുറെ പറയുന്ന ടീമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഓക്കെ, മൈക്ക് റിലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത്തരം വിഷയങ്ങൾ എനിക്ക് ആധികാരികമായിട്ട് വ്യക്തമായിട്ട് അറിയില്ല. കുറെ ഗ്യാസൊക്കെ ഉണ്ട് എന്ന് അറിയാമെന്നല്ലാതെ എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഞാൻ മർക്കസിൽ കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ കൂടുതൽ ബന്ധപ്പെട്ടത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സിറാജുൽ ഹുദയിലാണ്. അതുകൊണ്ട് എന്ന് മാത്രമല്ല അത്തരം വിഷയങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ട് ഒരു അറിവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേറെ ആരോടെങ്കിലും നമുക്കത് ചോദിക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോ അല്ലെ ബഹുമാനപ്പെട്ട അൻസാർ മാഷ് ഒരുപാട് നമ്മളെ ക്ലാസ് റൂമിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് ചോദിക്കാം. നമ്മൾ ക്ലാസ്സിലും നമ്മൾ ലൈവായിട്ട് കൊടുത്ത കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒരു 20-15 മിനിറ്റോളം ഇൻഷാ അല്ലാഹ് അദ്ദേഹം വിശദീകരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം. അതിന് ആരെങ്കിലും ചോദ്യക്കാരുണ്ടെങ്കിൽ കൈപൊക്കി മുകളിലേക്ക് വരിക. ഇപ്പോൾ സംസാരിച്ചതും അതുമായി ബന്ധപ്പെട്ടും അല്ല നമ്മളെ ലൈവ് 2 പ്രാവശ്യമൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്ററുടെ ലൈവ് കൊടുത്തിരുന്നു.
അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കാം. അദ്ദേഹം ഇൻഷാല്ലാ ഒരു 10-15 മിനിറ്റോളം കൂടി ഉണ്ടാവും എന്നറിയിക്കുന്നു. ആർക്കും ചോദിക്കാറുണ്ടെങ്കിൽ വരിക. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്ന് തോന്നുന്നു. ഇനി ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർക്ക് എല്ലാം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇൻഷാല്ലാ വരും ദിവസങ്ങൾ നിങ്ങളൊക്കെ ഇവിടെ അറിയിക്കും. ഏത് ദിവസമാണ് ബഹുമാനപ്പെട്ട ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് അറിയിക്കും. ഇന്നത്തെ ദിവസം ചോദ്യക്കാരും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് ഇതിൽ ചോദ്യം ഉന്നയിക്കാം. ബഹുമാനപ്പെട്ട പാട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മൈക്ക് മാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അൻസാർ മാഷേ, ഇപ്പോ അടുത്ത് SSFന്റെ ഒരു പ്രമേയം കണ്ടു, ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നുള്ള. ഓക്കെ, ആ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്ത് ഈ അൻസാർ മാഷ ഇടപെടൽ കാരണവും പിന്നെ കൂടാതെ ജിഷാൻ മായിയുടെ ഇടപെടൽ കാരണമായിട്ട് 2-3 തിരുത്ത് നമ്മൾ കണ്ടു. അതുകൂടാതെ റിസാലയിൽ വന്ന മറ്റേ ആദം നബി അലൈഹി സ്വലാമിന്റെ വായിലിൽ നിന്നാണ് ഹവ്വ ബിയെ സൃഷ്ടിച്ചെന്നുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് തിരുത്തലുകൾ ഇപ്പൊ നമ്മളടുത്ത് കാണുകയുണ്ടായി. അപ്പൊ എന്റെ ചോദ്യം, ഈ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന് പറഞ്ഞ ഈ പ്രമേയം ഈ അൻസാർ മാഷിയും ജിഷാൻ മായൊക്കെ ഉദ്ദേശിച്ചുള്ളതാണോ എന്നുള്ളതാണ് എന്റെ സംശയം. അവര് പറഞ്ഞ ന്യൂ ജനറേഷൻ ഇപ്പോ തിരുത്തിച്ചത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇവരിപ്പോ തിരുത്തുന്നത് കാണുന്നത് ഈ ന്യൂ ജനറേഷന്റെ. അപ്പോ ആ അവര് പറഞ്ഞ ന്യൂ ജനറേഷനും നിങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അവര് പറഞ്ഞ ന്യൂ ജനറേഷനും തിരുത്തിയെഴുത്തും വേറൊന്നാണ്. ഈ ന്യൂ ജനറേഷനെ പൊതുവെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അതുപോലെ പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു തൃഷ്ണയുണ്ട്, ഒരു വാസനയുണ്ട്. ഒരു വിഷയത്തെപ്പറ്റി അതെന്താണെന്ന് ചോദിക്കാനും വെറും അന്ധമായ അനുകരണത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു സമൂഹം ഉണ്ടായാൽ നമ്മുടെ പാർട്ടി ഇവിടെ നിലനിൽക്കൂല. അതുകൊണ്ട് ഈ എന്തു പറഞ്ഞാലും അന്ധമായി അനുകരിക്കുന്ന, നമുക്ക് ഉത്തരമില്ലെങ്കിൽ അവരോട് എന്ത് പറഞ്ഞു കൊടുത്താൽ മതി, അയാളോട് മിണ്ടരുത്, അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ച് ജീവിക്കുന്ന പൊങ്ങാന്തടികളായ ഒരു വിഭാഗത്തെ വേണം. അങ്ങനത്തെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അല്ലാതെ അത് ഈ തിരുത്തിയെഴുത്തുമായിട്ട് ബന്ധമില്ല. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അവരെ മാസികകളിലും അവരെ എഴുത്തുകളിലും അവരെ പത്രങ്ങളിലൊക്കെ ധാരാളം സ്ഖലിതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മുമ്പുള്ളതിനേക്കാൾ ധാരാളം ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കുരുത്തക്കേടാണെന്നാണ്. കാരണം മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് പോലുള്ള വലിയ ആലിമീങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മുന്നിൽ മോശമാക്കുകയും അവരെ പോലുള്ളവരെ ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിൽ നിന്ന് ചെറുതാക്കുകയും ഒക്കെ ചെയ്ത അതിന്റെ ദുരന്തഫലം, ആ തോന്നിവാസത്തിന്റെ ദുരന്തഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും പറ്റാൻ വകുപ്പില്ലാത്ത പിഴവുകൾ അവർക്കിപ്പോ പറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവർക്ക് അതിന്റെ പാപഭാരങ്ങളൊക്കെ ഇവിടെ നിന്ന് അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ളവരൊക്കെ കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ള ഇത് ആത്മാർത്ഥമാണെന്ന് കരുതി കൂടി കുറെ കാലം ഞങ്ങളുടെ ആരോഗ്യവും
ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചെലവഴിച്ചപ്പോ അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടായിരുന്നു അത് ചെയ്തതുകൊണ്ടായിരിക്കാം അള്ളാഹു ഞങ്ങൾക്ക് അതിൽ നിന്ന് തിരുത്താനും ഇവരെ മനസ്സിലാക്കാനും അള്ളാഹു ഭാഗ്യം നൽകി. ഇതുപോലെ ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് ആ പാപഭാരങ്ങളൊക്കെ അവരിവിടെ തീർക്കും. അതുകൊണ്ട് ഇനിയും ധാരാളം സ്ഖലിതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.